ശബരിമല സ്വർണ്ണക്കൊള്ള അതിൻ്റെ ഏറ്റവും ഒരു വൈകാരിക തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് തന്ത്രിയുടെ അറസ്റ്റോടുകൂടി തന്ത്രിവര്യന്മാർ അറസ്റ്റിലാകുന്നത് ഒരു പക്ഷേ അതൊരു ആദ്യത്തെ സംഭവമായിരിക്കാമെന്ന് തോന്നുന്നു. ഇത് ഇത്രയും വലിയ ആരാധന വിശ്വാസ സമൂഹമുള്ള ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നപ്പോൾ തന്നെ ഇതിൽ ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM പ്രതിസ്ഥാനത്ത് പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനാണോ ഈ തന്ത്രിയെ ഇതിൽ കുടുക്കിയത്, അല്ല യഥാർത്ഥത്തിൽ തന്ത്രിയും ഇതിൻ്റെ ഭാഗമായിരിക്കുമോ? ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ശബരിമല അല്ല അയ്യപ്പ വിശ്വാസം പൂർണ്ണമായിട്ട് കാണിച്ചിരുന്നുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ഭക്തർക്ക് ശബരിമലയിൽ അചഞ്ചലമായ വിശ്വാസമുണ്ട്. ഈ ആരോപണങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ടും ഈ വർഷത്തെ 41-നും ഇനി വരാൻ പോകുന്ന മകരവിളക്കും ആളിൻ്റെ കുറവോ ഭക്തന്മാരുടെ കുറവോ ഉണ്ടായിട്ടില്ല. അത് കാണിക്കുന്നത് ശബരിമല അയ്യപ്പ വിശ്വാസത്തിൻ്റെ അചഞ്ചലമായ ആ സ്വഭാവം കാണിക്കുന്നത്. മറിച്ച് ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളുടെ പേരിൽ അപ്പോൾ എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എത്രയോ മുമ്പ് അറസ്റ്റ് ചെയ്യായിരുന്നു. അറസ്റ്റ് ചെയ്തോ? എന്തേ അറസ്റ്റ് ചെയ്യാതെ? ആരാ തടസ്സം നിന്നത്? ഏതെങ്കിലും ഒരു സംഘടന തന്ത്രി അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇത് ആരും കാണാതെ ഒളിച്ചും പാത്തും വന്ന് അറസ്റ്റ് കൊണ്ടുപോയത് തട്ടിക്കൊണ്ട് കിഡ്നാപ്പിംഗ് എന്ന് പറയുന്ന പോലെയാണ്. വെളുപ്പിന് 4 മണിക്ക് വന്ന് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. ഇദ്ദേഹം കുഴപ്പം കാണിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തെ കൊണ്ടുപോകണം, ചോദ്യം ചെയ്യണം, അതിനും തർക്കമില്ല. പക്ഷേ എന്തുകൊണ്ട് ഇപ്പുറത്ത് നിൽക്കുന്ന മറ്റേ വാസുവിനും പത്മകുമാറിനും കൊടുത്ത, അല്ലെ പത്മകുമാറിനും 3-4 ദിവസം കൊടുത്തു, കടകംപള്ളിക്കും വാസുവിനും കൊടുക്കുന്ന ആനുകൂല്യം എന്തുകൊണ്ട് തന്ത്രിക്ക് നിഷേധിച്ചു എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. പിന്നെ ഈ പ്രശ്നം ഉണ്ടായ ശേഷം ഇത്രയും കാലം ഇതുണ്ടായി. പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ജീവനക്കാരാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് തന്ത്രിക്കെതിരായിട്ട് മൊഴി കൊടുത്തിരിക്കുന്നത് ശബരിമല ദേവസ്വത്തിൻ്റെ ജീവനക്കാരാണ്. ഈ ജീവനക്കാരാണ് രണ്ട് വിഭാഗം തൊഴിലാളികളെ കൂടുതൽ. ഒന്ന് CITU, ഒന്ന് RSPയുടെ UTUCക്കാരാണ് ദേവസ്വം ബോർഡിലുള്ളത്. ഇത് CITUവിൻ്റെ തൊഴിലാളി അവിടെ ഉണ്ടല്ലോ. അവർക്ക് പേടിച്ചിട്ടും ആരെ പേടിച്ചിട്ട് അവർ മാറുന്നത്. സർവശക്തരായ CITU, SFI ഉണ്ട്, DYFI ഉണ്ട്, എല്ലാവരും സഹായിക്കാനുണ്ട്. അവരെന്ത് ഇത് പറയാതിരുന്നത്? അവരുടെ മുമ്പിൽ കൊടുത്ത് കട്ടോട്ട് പോയപ്പോൾ വെക്കട അവിടെ നിന്ന് പറയാനുള്ള ധൈര്യം അവർക്കില്ലേ? എന്തേ പറയാത്തെ? ഈ ജീവനക്കാരുടെ മൊഴി മാത്രം അടിസ്ഥാനമാക്കി അവിടെ പ്രസൻസ് വേണമല്ലോ. ഒരു സാക്ഷി പറയുമ്പോൾ ആ സാക്ഷിക്ക് അവിടെ പ്രസൻസ് വേണം. ആ പ്രസൻസ് കാണിക്കാൻ ജീവനക്കാരെ കൊണ്ടുവന്നിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ തന്ത്രിയുടെ അറസ്റ്റ് എന്ന് പറയുന്നത് നാടകമോ അല്ലെങ്കിൽ സ്വയം രക്ഷപ്പെടാൻ, മറ്റുള്ള ആർക്കോ രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീക്ക് പോയിൻ്റാണ്, വീക്ക് ലിങ്കാണോ എന്നുള്ള വിഷയം. അല്ല, ഞാൻ ഈ തന്ത്രിയുടെ അറസ്റ്റ് അല്ലെങ്കിൽ ഒരു മോഷണത്തിന് കൂട്ടുനിന്നു എന്ന് പറയുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. എങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി തന്ത്രിയുടെ അറസ്റ്റിന് ചില പ്രത്യേകതകൾ കാണുന്നു, അങ്ങ് പറഞ്ഞ പോലെ. അപ്പോൾ തീർച്ചയായും ഇന്നലെ അറസ്റ്റ് ചോദ്യം ചെയ്യപ്പെടലും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ളത് പോലെയല്ല ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ. അതൊരു ഹൈന്ദവ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഒരു വൈകാരിക സംഭവമായി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകാരിക സംഭവമായി ബിന്ദുഅമ്മയുടെ പ്രവേശനം പോലെ തന്നെ അതെ ഒരു മാറുകയാണ്. കാരണം ഇതിലെന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി തന്ത്രിയുടെ വാക്കുകൾ, മൊഴികൾ അത് ചെറുതായിരിക്കില്ല. ഒരു പക്ഷേ നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ കൊടും വനത്തിൽ നിൽക്കുന്ന ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ഇത്തരം മോഷണങ്ങൾ ഉൾപ്പെടെയുള്ള വേണ്ടാത്ത തോന്നിയാസങ്ങളെല്ലാം ഒരു 99% ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ CPMൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ അതിനെ പിന്തുണയ്ക്കുമ്പോൾ ഒരു തന്ത്രിക്ക് അതിൽ ആ വലയിൽ പോയതാകാം. അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കൂടെ ആലോചിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ കടകംപള്ളി സുരേന്ദ്രനെയും വാസവനെയും ഒക്കെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രശാന്ത് രാഷ്ട്രീയമായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗർ അല്ല പ്രശാന്ത്. രാഷ്ട്രീയമായിട്ട് പ്രാധാന്യം വാസവനും കടകംപള്ളിക്കും തന്നെയാണ്. അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത് ന്യായീകരിക്കാൻ തന്ത്രി അവരെ അറസ്റ്റ് ചെയ്തു, ഞങ്ങൾ നിയമം നടപ്പാക്കുമോ, മുഖം നോക്കാതെ നിയമം നടപ്പാക്കുമോ, അതിൻ്റെ ലക്ഷണമാണെന്ന് സമൂഹത്തോട് പറഞ്ഞ് പിണറായി വിജയൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒറ്റ ഐഡിയയിലേക്ക്, അജണ്ടയിലേക്ക് രാഷ്ട്രീയം മാറി, ശബരിമല മാറി. പിന്നെ ഇനി ഒറ്റ സിമ്പിളായിട്ട് ചോദ്യമുണ്ട്. രമേശ് ചെന്നിത്തല ഈ 500 കോടിയുടെ സ്വർണ്ണക്കച്ചവടം നടന്നിരിക്കുന്നു എന്നുള്ള ഇഷ്യൂ ഉയർത്തുന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കുമായിരുന്നു ശബരിമല അന്വേഷണത്തിൻ്റെ സ്ഥിതി?
ഇവരാരും അല്ലല്ലോ പറഞ്ഞു. ആരാ പറഞ്ഞേ? രമേശ് ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ്സുകാരൻ രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഇവരെ ഇതെല്ലാം അറിയാവുന്ന ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഒരുമാതിരി കാര്യങ്ങളൊക്കെ അറിയാം. സോണിയാഗാന്ധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് രമേശ് ചെന്നിത്തല. ഉണ്ടെന്നുണ്ടായിരുന്ന ഒരിക്കലും രമേശ് ചെന്നിത്തല ഈ പണിക്ക് വരികയില്ല. അതുമാത്രമല്ല, ഈ അടൂർ പ്രകാശിനെ ഇപ്പോൾ ചോദ്യം ചെയ്യും, ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, അടൂർ പ്രകാശ് കുടുങ്ങിയില്ലേ എന്നൊക്കെ വളരെയധികം ചെയ്യും. ഇനി ചെയ്യാനൊരു കാരണം കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ പുള്ളി തന്ത്രി അവർ അറസ്റ്റ് ചെയ്തു. ഇപ്പം തമിഴ്നാട്ടിൽ ജയലളിത പേരെടുത്ത്. പക്ഷേ ഒരു ചിത്രത്തിന്റെ പേരിൽ മാത്രം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം പിണറായി വിജയൻ തെളിവൊക്കെ രണ്ടാമതല്ലേ വരുന്നത്. പോലീസ് ആരുടെയാ? അന്വേഷണ ഏജൻസി എന്ന് പറഞ്ഞ ആരുടെയാ? തെളിവ് എന്ന് പറയുന്നത് രണ്ടാമതാണ് വരുന്നത്. അതിന് ധൈര്യം കാണിച്ച ഒറ്റ നേതാവേ ഇന്ത്യയിലുള്ളൂ, ജയലളിത. നമ്മുടെ ജയേന്ദ്ര സരസ്വതിയെയും മദനിയെയും അബ്ദുൽ നാസർ മദനിയെയും ഒരേ സമയം ജയിലിൽ പിടിച്ചിട്ടു. അതിനുള്ള തൻ്റെ ആര് കാണിക്കും? അവിടെയാ പ്രശ്നം. ഇവിടെ ആ തൻ്റെ കാണിച്ചില്ല. ഈ തന്ത്രി എടുത്തു എന്ന് ജീവനക്കാർക്ക് അറിയാമായിരുന്നെങ്കിൽ എത്രയോ മുമ്പ് സർക്കാരിന് അറിയാമായിരുന്നു. എന്തേ നടപടി എടുക്കാത്തത്? എടുത്തില്ല. എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ള വലിയ പ്രശ്നം. അപ്പോൾ അവിടെ നമ്മുടെ മുമ്പിൽ തന്ത്രിയെ പിടിച്ച് കാണിക്കുക വഴി വേണമെങ്കിൽ ഇവർക്ക് നാളെ ആരെ വേണേൽ അറസ്റ്റ് ചെയ്യാം. ഇത് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പിണറായി വിജയൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാം. പിന്നെ രണ്ടാമത് ശിവശങ്കറുടെ കൂട്ട് തന്ത്രിക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു തെളിവും വരികയില്ല പുറത്ത്. അതിനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാകും. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് അങ്ങനെ ഒരു SITക്കും ഹൈക്കോടതിക്കും ചെറിയ മനസ്സ് മാറിയിട്ടുണ്ടോ എന്നൊരു സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവസാന ഘട്ടങ്ങളിൽ, അതായത് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ എല്ലാ ദിവസവും സമർപ്പിക്കുന്ന ദിവസങ്ങളിലെല്ലാം വളരെ നിശ്ചിതമായി SITയെ വിമർശിച്ചുകൊണ്ടിരുന്നതാണ് ഹൈക്കോടതി. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ, CBI പോലുള്ള ഏജൻസികൾ ഒരുപക്ഷെ വന്നേക്കാം എന്നുള്ളത് കൊണ്ട് ഹൈക്കോടതി മുൻകൂട്ടി തന്നെ SITയുടെ അന്വേഷണത്തിൽ വളരെ തൃപ്തികരമാണ് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അന്ന് പറയാനുള്ള കാരണം, SITയെ നിശ്ചിതമായി വിമർശിക്കാനുള്ള ഒരു കാരണം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇപ്പോഴും ചെയ്തിട്ടില്ല. സുപ്രീം കോടതി തന്നെ ശങ്കർദാസിനെ തള്ളിക്കളഞ്ഞ അവസ്ഥയിൽ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ അറസ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴും തൃപ്തികരമാണ് എന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡിന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതും വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ കാണുന്നതൊന്നും നമ്മുടെ മുമ്പിൽ പൂർണ്ണ സത്യം 2+2 എന്ന് പറയുന്ന പോലെ പൂർണ്ണ സത്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വരുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു. ഒരു കാരണമാണ്. എന്തുകൊണ്ട് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഈ ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യത്തിൽ പോയിട്ടുണ്ടോ SIT? ഈ സ്വർണ്ണം എന്തുമാത്രം പോയി? അതെങ്കിലും പറ. കിട്ടണ്ട, പോട്ടെ. ഇത്ര കിലോ സ്വർണം പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഇത്ര ഗ്രാം സ്വർണം പോയിരിക്കുന്നു. ഈ 400 പോയിട്ടുള്ളോ? മൂക്കൂത്തി ഇടാനുള്ള സ്വർണ്ണമാണ്. അയ്യപ്പനൊരു മൂക്കൂത്തി ഇടാനുള്ള സ്വർണ്ണം പോലും ഇല്ലത് 400 ഗ്രാം എന്ന് പറയുമ്പോൾ, അയ്യപ്പൻ്റെ കണക്കനുസരിച്ച്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവർ വിശദീകരിക്കാൻ പോകുന്നത്? അത് ഏറ്റവും വലിയ. രണ്ടാമത് ഏറ്റവും ശുഭാപ്തി വിശ്വാസിയായിട്ട് നമ്മൾ ഈ അന്വേഷണത്തെ കണ്ടാൽ നമുക്ക് പറയാവുന്നൊരു കാര്യമുണ്ട്. എന്താ? SIT ജഡ്ജികളുടെ മുമ്പിൽ, ദേവസ്വം ബെഞ്ചിൻ്റെ മുമ്പിൽ വിശദമായി വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. അത് പുറത്തേക്ക് വിടുന്നില്ല. പുറത്തേക്ക് വിടാതിരിക്കുന്ന രേഖകളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ രേഖകൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ആർക്ക്? കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി SITക്ക് പുറകോട്ട് പോകാൻ പറ്റിയില്ല. അപ്പം മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ലഘൂകരിക്കാൻ വേണ്ടി, അതിൻ്റെ ഗുരുത്വത്തെ ലഘൂകരിക്കാൻ വേണ്ടി മാത്രമാണ് ആരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? രാജീവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്, ഈ രാജീവർക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മോഹനൻ എന്ന് പറഞ്ഞൊരു ഇവിടെ സ്ത്രീ വിഷയമൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ വേണമെങ്കിൽ ടാർണിഷ് ചെയ്യാം. ഇങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു അവസരം കൊണ്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അവസാനം ഇങ്ങനെയായിട്ട് 5 വർഷം 6 വർഷം ജയിലിൽ കിടക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അവസാനം ഇതെല്ലാം കൂടെ ചെയ്തു എന്ന് പറയും. അല്ലെങ്കിൽ അതുപോലുള്ള ആൾ 6 വർഷം ജയിലിൽ കിടക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ട് പൊക്കോടാന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സംഘടന. പക്ഷേ ED ഇതിലേക്ക് രംഗപ്രവേശം ചെയ്തതോടുകൂടി അവിടെയാ സംശയം. അതെന്തിനാണ്? അല്ല, ഇപ്പോൾ BJP ഈ വിഷയത്തിൽ ഒന്നും മിണ്ടിയിട്ടില്ല. ഇപ്പോൾ തൊട്ടടുത്ത 1-2 ദിവസങ്ങളിലായി, പ്രത്യേകിച്ച് തന്ത്രി അറസ്റ്റിലാകുന്നതോടുകൂടി രാജീവ് ചന്ദ്രശേഖരും സുരേന്ദ്രനും എല്ലാവരും കൂടി പത്രസമ്മേളനം വിളിച്ച്, അങ്ങനെ തന്ത്രിയുടെ അറസ്റ്റ് മാത്രമല്ല, ഇതിന് ഒരു കാര്യം, ഇനി മകരസംക്രാന്തി ദിവസം ജ്യോതി തെളിയിക്കുന്ന ഒരു എല്ലാ വീടുകളിലും കത്തിക്കണം, ശബരിമലയുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പഴയ രീതി അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഇനി ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ED ഈ പറയുന്ന കരുവന്നൂർ, അതുപോലെ മറ്റുള്ള പ്രശ്നങ്ങളിൽ സ്വർണ്ണക്കൊള്ളയിലൊക്കെ ഇടപെട്ടതുപോലെ ഇതും ഒന്നുമില്ലാതാക്കി കളഞ്ഞാൽ BJPക്കായിരിക്കും ഏറ്റവും വലിയ തിരിച്ചടി. അവിടെയും പ്രധാനപ്പെട്ട ക്ഷീണം. ഒന്നുമല്ലാതാക്കി കളഞ്ഞാൽ മാത്രമല്ല,
സ്വപ്ന സുരേഷിൻ്റെ കേസ് അന്വേഷിക്കുന്നു, ED അന്വേഷിക്കുന്നു, ധാരാളം രേഖകൾ പിടിച്ചെടുക്കുന്നു. എന്നിട്ട് ഈ രേഖകൾ മുഴുവൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാരെ? സെക്രട്ടേറിയറ്റിലാണ് സൂക്ഷിക്കാൻ കൊണ്ടുവച്ചത്. അവിടെ വെച്ചത് കത്തിപ്പോകുന്നു. ആ രേഖകളെല്ലാം കത്തിപ്പോയി. പിന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള രേഖകൾ അഭിമന്യു കേസ് ഫയൽ മുഴുവൻ പോയി ഇല്ലേ? അപ്പോൾ രേഖകൾ ആന്റണി രാജുവിൻ്റെ കാര്യത്തിൽ മുഴുവൻ നശിപ്പിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ പിണറായി വിജയന് വേണ്ടി എന്തും ചെയ്യാൻ താല്പര്യമുള്ളവർ നീതിന്യായ വ്യവസ്ഥയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കേസും അങ്ങനെ പോകത്തില്ലേ? ഇപ്പോൾ എല്ലാം അന്വേഷിച്ചു, SIT എല്ലാം അന്വേഷിച്ച് റിക്കാർഡെല്ലാം വേറൊരാളെ ഏൽപ്പിച്ചു. ആ കെട്ടിടം കത്തിപ്പോയാൽ, അല്ല അയാൾ പോകുന്ന കാറ് കത്തിപ്പോയാൽ, അതെല്ലാം സംഭവിക്കാം. കാരണം ഇത് അധോലോകത്തിൻ്റെ ആ ടൈപ്പ് മനസ്സോടുകൂടിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഒരു അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയ സംഘങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളതെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ളതെല്ലാം സംഭവിക്കാം. ഇപ്പോൾ മറ്റേ സ്വർണ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആരും പറയുന്നില്ലല്ലോ. ദുബായ് കൗൺസിൽ ജനറൽ ഇവിടുന്ന് അങ്ങോട്ട് സ്വർണ്ണം കിടത്തി, ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടെ സ്വർണ്ണം കിടത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും കിടത്തി. അതെന്താണെന്ന് ആരും സംസാരിക്കാത്ത തന്നെ ഈ സ്വർണ്ണമാണോ? അതും 2019 ആ കാലഘട്ടത്തിലാണ്. അതിനെക്കുറിച്ച് എല്ലാവരും എന്താ നിശബ്ദരായിരിക്കുന്നത്? നിശബ്ദരായിരിക്കുന്നത് എന്തിനാ? അത് വലിയൊരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. ആരാന്നുള്ള പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിനെ വിശ്വസിച്ച് ജയിപ്പിക്കാവോ? ആരെ ജയിപ്പിക്കുന്നത്? ഇല്ല. ആ അന്വേഷണങ്ങളൊക്കെ അട്ടിമറിച്ച് കഴിഞ്ഞു. ഏറ്റവും അവസാനം ശബരിമലയുടെ ഈ അന്വേഷണം എങ്കിലും BJPയുടെ കീഴിലുള്ള ഒരു കേന്ദ്ര ഏജൻസി അട്ടിമറിച്ചാൽ കേരളത്തിൽ BJP ഇല്ല. അത് അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഉള്ളൂ. അതായത് സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും അതുപോലെയുള്ള ദണ്ടുകളും അടക്കം കിലോ കണക്കിന് സ്വർണ്ണങ്ങളാണ് പുറത്തേക്ക് പോയത്. കാണിക്ക കിട്ടിയ സ്വർണ്ണമില്ലേ? കിലോ കണക്കിന് സ്വർണ്ണങ്ങളാണ് പുറത്തേക്ക് പോയത് എന്ന് പറയുമ്പോഴും ഏകദേശം 300 ഗ്രാം ആരോ ഭണ്ഡാരി തിരിച്ചു കൊണ്ടുകൊടുത്ത, അല്ലെങ്കിൽ ഗോവർദ്ധൻ തിരിച്ചു കൊണ്ടുകൊടുത്ത് ഒരു 300 ഗ്രാം മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളത് എവിടെ പോയി എന്നുള്ളതിൻ്റെ കണക്കും തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളത് അറിഞ്ഞാൽ അതിന് തുല്യമായ സ്വത്ത് കണ്ടുകെട്ടാനുള്ള അധികാരം EDക്കുണ്ട് എന്നുള്ള പ്രതികൾക്കില്ലെങ്കിലോ? പത്മകുമാറിനെ പോലുള്ള നേതാക്കന്മാർക്കും ഇത്രയും കാലഘട്ടം പീരീഡ് സമയം കൊടുക്കുക വഴി ഇതെല്ലാം ഒന്നുകിൽ അവർ ഇതെല്ലാം മാറുമോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ എന്തെല്ലാം ചെയ്തിരിക്കാം. വിദേശത്ത് എവിടെയെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വിജയമല്ലയെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? തിരിച്ചിങ്ങോട്ട് സമരാൾ സ്വർണ്ണം പൂശിയ വലിയ പുള്ളിയുണ്ടല്ലോ, അങ്ങേരെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? അതിനാ. അപ്പോൾ അത്ര ദുർബലമായ ഒരു സംവിധാനം വെച്ചുകൊണ്ട് ഈ കേസ് അങ്ങനെ അന്വേഷിക്കും? ഈ കേസ് ഇവിടുത്തെ പോലീസുകാർ അന്വേഷിച്ചാൽ മതിയോ? CBI പോലും അന്വേഷിച്ചാൽ ശരിയാകില്ല. ഇൻ്റർപോളിൻ്റെ സഹായത്തോടെ കോടതിയുടെ സൂപ്പർവിഷനിൽ ഒരു അന്വേഷണം നടന്നെങ്കിൽ മാത്രമേ ഇതിനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. മിനിമം ഇത്ര സ്വർണ്ണം ഇവിടെ ഉണ്ടായിരുന്നു, ആ സ്വർണ്ണം ഇപ്പോൾ കാണുന്നില്ല എന്നെങ്കിലും കേരളത്തിലെ അയ്യപ്പ ഭക്തരോട് പറയാനുള്ള മനസാക്ഷി EDയും ഹൈക്കോടതി ബെഞ്ചും കാണിക്കണം എന്നുള്ള ഒറ്റ റിക്വസ്റ്റ് മാത്രം. സത്യത്തിൽ ഈ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ടോ? അതായത് മന്ത്രി തലത്തിലുള്ളവർ അറസ്റ്റിലാകാൻ സാധ്യത? വാസവൻ വരെ പോകും, വാസവനെ വരെ വിലി കൊടുക്കും. നിലവിൽ ഈ വാസവനൊക്കെ മന്ത്രിസഭയിലുള്ള ആളാണ്. ഒരു മന്ത്രി മോഷണ കേസിൽ അറസ്റ്റിലാവുക എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് ആ പാർട്ടി തീർന്നില്ലേ? പിന്നെ അങ്ങനെ ഒരു ബലി കൊടുക്കലിന് CPM നിൽക്കുമോ? പാർട്ടി തീർന്നോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർട്ടിയെ പിണറായി വിജയൻ കാണുന്നത് എനിക്കൊന്നും പറ്റരുത്. അത് കഴിഞ്ഞ പാർട്ടി കാണുന്നുള്ളതേ. ഞാനാണ് പാർട്ടി, ഞാൻ നശിക്കാതിരുന്ന പാർട്ടിയുണ്ട്. ഞാൻ നശിക്കാതിരുന്നാൽ ഞാനാണ് പാർട്ടി. ഐ ആം ദ പാർട്ടി, ഐ ആം ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ഞാൻ നശിക്കാതിരുന്നാൽ എനിക്ക് സ്വത്തുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വത്ത്, അത് ഞാൻ സൂക്ഷിക്കും. പണ്ട് ഒരു അശുതോഷ് മുഖർജി എന്ന് പറഞ്ഞ 20-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ ബംഗാളി നോവലുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ ജീവിക്കുന്ന രാജ്യത്തിന് വേണ്ടി. അപ്പോൾ ഞാൻ സമ്പാദിക്കുന്നവർക്ക് വേണ്ടിയാണ്, രാജ്യത്തിന് വേണ്ടി. അതിനെ പിണറായി വിജയനും പറയുന്നു. പിണറായി വിജയൻ പറഞ്ഞാൽ അയാളുടെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നു. അപ്പോൾ ഈ സ്വത്ത് ഇത് പിണറായി വിജയന് ഒന്ന് മാനസികമായി അല്ല ഒരു താല്പര്യവും ശബരിമലയിൽ എന്ത് സംഭവിച്ചാലും പിണറായി വിജയനൊന്നുമില്ല. അവിടെ നാളെ പോത്ത് കച്ചവടം തുടങ്ങിയാലും ആട് കച്ചവടം തുടങ്ങിയാലും പശുക്കച്ചവടം ഇറച്ചി കച്ചവടം തുടങ്ങിയാലും പിണറായി വിജയനെ ബാധിക്കണം. മാനസികമായി അയാളൊരു ഭക്തനല്ല. എന്നാൽ പല പ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഭക്തി ഒളിച്ചു വെക്കേണ്ട കാര്യം, അയ്യപ്പ സംഗമം വെറും വ്യാജമായിരുന്നു. ഭക്തി ഒളിച്ചു വെക്കേണ്ട കാര്യമാണ്. അതൊരു ടൂറിസ്റ്റ് പ്രൊമോഷനായിട്ട് നടത്തിയാണ് അവർ. ഇതിൻ്റെ പേര് കുറേ ടൂറിസ്റ്റുകളെ കൊണ്ടുവരാം, ടൂറിസ്റ്റ് പ്രോജക്റ്റുകൾ ഉണ്ടാക്കാം, സംഭാവന നല്ല പണിയാണ് കൊടുത്തത്, നല്ല പണി, സംഭാവന പിരിക്കാം. ഇതാണല്ലോ മെയിൻ ഉദ്ദേശം. വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി കൊണ്ടുള്ള ചാടി വീണത്. വെള്ളാപ്പള്ളി ഇതിൻ്റെ അകത്ത് ഇനി അടുത്ത് നോക്കൂ, തന്ത്രി കുടുംബത്തെ മാറ്റണമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം തന്നെ വെള്ളാപ്പള്ളി പറയുന്ന ആരെങ്കിലും തന്ത്രിയായിട്ട് വെക്കത്തില്ല ഇനി. അതിനാ ഇപ്പോൾ സുകുമാരൻ നായർ മിണ്ടിയില്ല. വെള്ളാപ്പള്ളി സുകുമാരൻ നായരോട് യോജിച്ച ഒരാളുടെ പേര് പറഞ്ഞ് ആ പുള്ളി ഒരു ബ്രാഹ്മണനായിക്കോട്ടെ, പൂണൂലിട്ട ആളായിക്കോട്ടെ, അവർ പറയുന്ന ഒരാൾ തന്ത്രിയായിട്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും? ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഒരു ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സത്യം പുറത്തു വരാതിരിക്കാൻ പറ്റില്ല. അതായത് ഞാൻ പറയുന്നത് ഒരു പാരഡി ഗാനം കൊണ്ട് യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇനിയുള്ള തന്ത്രി അവിടെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് മന്ത്രിയും പരിവാരങ്ങളും അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ, നിലവിലെ മന്ത്രിയും ആകട്ടെ മുൻ മന്ത്രിയാകട്ടെ, അറസ്റ്റിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് കേരളം ഭരിക്കുന്ന സർക്കാരിന് സർവനാശം എന്ന് തന്നെ പറയേണ്ടി ഇപ്പോൾ വരും. തന്നെ അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഇപ്പോൾ പിണറായി വിജയൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന അപകടം, പിണറായി വിജയൻ്റെ ഗ്രിപ്പ് പാർട്ടിയിലും ഭരണകൂടത്തിലും കുറഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊന്നും ഇതുപോലെ നിൽക്കുകയല്ല. അവരപ്പോഴേ മറക്കണം, ഞാൻ ഒരു മടിയില്ലാത്തവരാണ്. ഇപ്പോൾ കെ എം എബ്രഹാം എന്ന് പറഞ്ഞ ധനകാര്യ സെക്രട്ടറി മറ്റേ ഐസക്കിൻ്റെ വിശ്വസ്തനായിരുന്നു, കെ എം മാണിയുടെ വിശ്വസ്തനായിരുന്നു, ഇപ്പോഴും വിശ്വസ്തനാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അവർക്ക് ഉദ്യോഗസ്ഥന്മാരുടെ ലോയൽറ്റി എന്ന് പറഞ്ഞാൽ ആരാണോ അധികാരം കൈയാളാൻ വരുന്നവൻ, പവറുള്ളവനാണ്, അവൻ്റെ പുറകെ പോവുള്ളൂ. തീർച്ചയായും അതിപ്പോൾ പിണറായി വിജയനൊക്കെ അത് പുള്ളി പോലെ ഇങ്ങനെ ഞൊട്ടി എറിയും, അത്രേ ഉള്ളൂ. ഏതായാലും ശബരിമല കൊള്ളക്കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് ഇപ്പോഴും തന്ത്രിയാണെങ്കിലും ഇനി മന്ത്രിയാണെങ്കിലും അതേതായാലും ഭരിക്കുന്ന പാർട്ടിയുടെ വ്യക്തമായ പങ്ക് അതിൽ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. അത് സ്വന്തം പാർട്ടിക്കാർ തന്നെ പിണറായി വിജയനെ കൈയൊഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതൊരു സർവനാശത്തിലേക്കുള്ള പോക്ക് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും.